സിബി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുഡ് ഈവനിംഗ് കേരള ആദ്യം രാജ്യ തലസ്ഥാനത്ത് തുടങ്ങി വളരെയധികം സന്തോഷം. തീർച്ചയായും, കാരണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയല്ലേ, ഇന്നത്തെയല്ല എന്നത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരുന്നത്. നമ്മൾ എത്രയോ നാളായി കേന്ദ്രത്തിന്റെ സഹായം പ്രതീക്ഷിച്ച് നിൽക്കുന്നു, പ്രത്യേക ധനസഹായം നമ്മൾ ആവശ്യപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ ഇന്നും കേന്ദ്ര സർക്കാരിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേക ധനസഹായം കിട്ടാൻ സാധ്യതയില്ല എന്ന തരത്തിലാണ്. എന്താണ് സിബി കേന്ദ്ര സർക്കാർ ഇന്ന് രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? മനു, തീർച്ചയായും വയനാടിന് കേന്ദ്ര സഹായം എന്നുള്ളത് ഏറെ കാലമായി അല്ലെങ്കിൽ ഏറെ മാസങ്ങളായി ഈ ദുരന്തത്തിന് ശേഷം കേരളം വീണ്ടും വീണ്ടും ആവശ്യം ഉന്നയിക്കുന്നതാണ്. ഇന്നലെ ഈ ഒരു പാർലമെന്റ് ശീതകാല സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ എല്ലാ എംപിമാരെയും വിളിച്ചു ചേർക്കുകയും രാഷ്ട്രീയ ഭേദമന്യേ ഈ ഒരു ആവശ്യം പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്നിപ്പോൾ കേരളത്തിലെ എംപിമാർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു 24 എംപിമാർ ഒപ്പിട്ട ഒരു നിവേദനം ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇതൊരു അതിതീവ്ര വിഭാഗത്തിൽ ഈ ദുരന്തത്തെ ഉൾപ്പെടുത്തണം, 2221 കോടി രൂപയുടെ പാക്കേജെങ്കിലും അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അമിത്ഷാ വ്യക്തമാക്കിയത് എല്ലാം പരിശോധിക്കട്ടെ, വിവിധ വകുപ്പുകളുടെ ഏകോപനമുണ്ട്, കൂടാതെ കേന്ദ്ര സമിതി റിപ്പോർട്ടുണ്ട്, ഇതെല്ലാം അതിനെയും പരിശോധിച്ച് നാളെ തന്നെ ഈ കാര്യത്തിലൊരു എന്താണെന്ന് പരിശോധിച്ച് അറിയിക്കാമെന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് കൃത്യമായ ഒരു പോസിറ്റീവായൊരു മറുപടി അമിത്ഷായുടെ ഭാഗത്തുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്നിപ്പോൾ കേരളത്തിലെ എംപിമാരെല്ലാം തന്നെയും ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കേന്ദ്രത്തിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് ഇന്നിപ്പോൾ പാർലമെന്റിൽ കൃത്യമായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇന്നിപ്പോൾ ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചു. അതായത് നേരത്തെ ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ സത്യവാങ്മൂലം അതേപടി ആവർത്തിക്കുകയാണ് എന്ന് പാർലമെന്റിൽ. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ മിച്ചമുണ്ട് കേരളത്തിന് എന്നുള്ളൊരു കാരണമാണ് വീണ്ടും ചൂണ്ടിക്കാട്ടുന്നത്. 153 കോടി രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് ഗുരുതര വിഭാഗത്തിൽപ്പെടുത്തിയാണ് നൽകിയത്. എന്നാൽ ആ തുക നൽകാൻ കഴിയില്ല, കാരണം ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ അധികം പണമുള്ളതിനാൽ ഈ ഫണ്ടും നൽകാനാവില്ല എന്നൊരു നിലപാട് കേന്ദ്രം ആവർത്തിക്കുകയാണ്. അതായത് 1 രൂപ പോലും കേന്ദ്ര സഹായമായി വയനാടിന് ലഭിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇന്നിപ്പോൾ രാജ്യസഭയിൽ ചോദ്യത്തിന് മറുപടിയായി നൽകുകയും ചെയ്തു. ഈ കേരളത്തിലുള്ള അവഗണന വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കേന്ദ്രം ഇന്ന് പാർലമെന്റിലും ഉണ്ടായത്. എന്തായാലും ഇന്നിപ്പോൾ എംപിമാർ അമിത്ഷായെ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ട്. ആ നിവേദനത്തിൽ ഒരു മറുപടി ഇതുവരെയും കൃത്യമായി ലഭിച്ചിട്ടില്ല. 24 എംപിമാർ ഒപ്പിട്ട ഒരു നിവേദനമാണ്. ഇടത് വലത് എംപിമാർ എല്ലാം തന്നെയും ഒന്നിച്ച് നിന്നുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ നിവേദനം സമർപ്പിച്ചത്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നരേന്ദ്രമോദിയുമായി സംസാരിക്കുകയും ഈ കാര്യത്തിൽ നിവേദനം സമർപ്പിച്ചിരുന്നു. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിരവധി തവണ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ എല്ലാം തന്നെയും പോയി കാണുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ആ നിവേദനം തന്നെയാണ് ഇപ്പോൾ ഇടത് എംപിമാരെല്ലാം തന്നെയും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ നിവേദനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലോ സിബി. ഈ നിവേദനത്തിൽ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, K സുധാകരൻ തുടങ്ങിയവർ ഒപ്പുവച്ചിട്ടില്ല എന്ന് കേൾക്കുന്നു. എന്താണ് സംഭവിച്ചത്? UDF എംപിമാർക്കിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ ഒരു സഹായത്തിന് വേണ്ടി പോകുമ്പോൾ അതിൽ പോലും ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ലേ? എന്താണ് സംഭവിച്ചത്? മനു, എന്തായാലും ഈ 3 എംപിമാരിൽ K സുധാകരൻ ദില്ലിയിലുണ്ട്, ബാക്കി 2 എംപിമാർ ഇപ്പോൾ ദില്ലിയിലില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു നിവേദനത്തിൽ K സുധാകരൻ MP അദ്ദേഹം ദില്ലിയിൽ ഉണ്ടായിട്ടും ഈ നിവേദനത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ലോക്സഭയിലും രാജ്യസഭയിലുമായി ഏകദേശം 28ഓളം എംപിമാർ ഉണ്ട്. അതിൽ 24 പേര് മാത്രമാണ് ഒപ്പിട്ടിട്ടുള്ളത്. 3 പേർ, അതായത് K സുധാകരനും ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും, ഈ 3 എംപിമാർ ഇപ്പോൾ ഈ നിവേദനത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ സ്ഥലത്തില്ല എന്നുള്ളൊരു മറുപടിയാണ് ലഭിച്ചത്. പക്ഷേ നമുക്കറിയാം കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെയും ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ ആഘാതം നേരിട്ട മണ്ഡലം കൂടിയാണ്. അവിടെ നിന്നാണ് VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും ഗൗരവകരമായ ഒരു വീഴ്ച തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും മനു. തീർച്ചയായും അതെ. എന്തായാലും സിബി പറഞ്ഞ ആ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ 2 വിഷയങ്ങളാണ്. ഒന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ അറിയിക്കാത്ത ഒരു പ്രശ്നം. അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ഈ ജനതയുടെ ഒരു വലിയ ആവശ്യത്തിനു വേണ്ടി കോൺഗ്രസിന്റെ MP മാർ ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് വിട്ടുനിന്നു ഒപ്പുവെക്കുന്നതിൽ നിന്ന് എന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി എന്താണ് എത്രയും വേഗം നിലപാട് അറിയിക്കാം എന്നുള്ള കേന്ദ്രമന്ത്രിയുടെ ആ ഉറപ്പ് അത് പാലിക്കപ്പെടുമോ എന്നുള്ളത് പ്രധാന ചോദ്യമാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സഹായം കിട്ടുമോ എന്ന കാര്യത്തിൽ വലിയ സംശയം ഇതുവരെയുള്ള നിലപാടനുസരിച്ച് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നു എന്നത് ദൗർഭാഗ്യകരം തന്നെയാണ്. ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തുനിൽക്കാം, അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ തന്നെ കാത്തുനിൽക്കാം.